ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റോസൊക്കെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി പ്ലേസ് ആയിട്ട് നിൽക്കുന്നത്. സാധാരണ പോലത്തെ വൈൽഡ് പ്ലേസ് ഒന്നുമല്ല, അല്ല ഫുള്ള് നെൽപ്പാടങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. കേക്കണക്ക് നെൽപ്പാടങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ നെൽപ്പാടങ്ങളിലൂടെയുള്ള ചെറിയൊരു എക്സ്പ്ലോറേഷനാണ് ഇന്ന് നോക്കുന്നത്. ഇവിടെ ചെറിയ പല വെറൈറ്റി പ്ലാന്റ്സൊക്കെ നമ്മുടെ നെൽപ്പാടങ്ങൾ കാണാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി കാണുമോ എന്നറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിനൊക്കെ നമുക്ക് പരിചയപ്പെടാൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. എല്ലായിടത്തും കാണുന്ന ഐറ്റമാണ് വാട്ടർ ക്ലോവർ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ 4 ലീഫ് വാട്ടർ ക്ലോവർ, അല്ലെങ്കിൽ മാർഷിയിലെ കോർട്ടിഫോളിയ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ. ഈ പാടത്തിൻ്റെ ഏകദേശം 13 ഏരിയയും ഇതിങ്ങനെ കവറായി നിൽക്കുക കേട്ടോ. നമ്മളൊരു കാട് പോലെ തന്നെയായിട്ട് സ്പ്രെഡായി നിൽക്കുകയാണ്. റണ്ണേഴ്സ് വഴിയൊക്കെ ഇവരിങ്ങനെ സ്പ്രെഡായി പോകും. ശരിക്കും പറഞ്ഞാൽ ഇത് ഫേൺ ഐറ്റമാണ്. ഇവർക്ക് സ്പോർസ് എല്ലാം പ്രൊഡ്യൂസ് ആക്കാൻ പറ്റും ലീഫിൽ നിന്ന്. ഈ റണ്ണേഴ്സ് വഴി ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും കേട്ടോ. ഒട്ടുമിക്ക അക്വേറിയം പ്ലാന്റ് പോലെ തന്നെ ഇതിനും നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ് തന്നെയാണ്. ഇതും നമ്മൾ ഭക്ഷ്യയോഗ്യമായ ഒരു അക്വാട്ടിക് പ്ലാന്റാണ് കേട്ടോ. നമ്മൾ പല സ്ഥലത്തും ഇത് പണ്ടെല്ലാം ഉപയോഗിച്ചിരുന്നു. നമുക്ക് അക്വാറിയത്തിലായാലും പോണ്ടിലേക്കായാലും സെറ്റായിട്ട് വളർത്താം. പോണ്ടിലേക്കാണെങ്കിൽ നല്ല ലുക്കായിരിക്കും പോണ്ടൊക്കെ ആകെ. സെമി സർമേസ്ഡോ അല്ലെങ്കിൽ പ്ലോട്ടിംഗ് ഒക്കെ ആയിട്ട് ലീഫ് വെച്ചിട്ടുണ്ടെങ്കിലും വളർന്നോളും. അധികം കെയർ ഒന്നും വേണ്ട. ചെറിയ ലൈറ്റിലായാലും മീഡിയം ലൈറ്റിലൊക്കെ സെറ്റായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ അടുത്ത പ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലിക്സേൻ്റെ വെറൈറ്റി ആണ് കേട്ടോ. ബ്ലിക്സേൻ്റെ 1-2 വെറൈറ്റി നമുക്ക് നെഗറ്റീവായിട്ടുണ്ട്. അതിൻ്റെ ബ്ലിക്സേൻ്റെ ഒക്ടാൻഡ്ര എന്ന് പറഞ്ഞ ഐറ്റമാണ് കേട്ടോ. അത്യാവശ്യം വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ കിടക്കുള്ളൂ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് ഇവരെ കാണാറ്. ഇവരധികം ഈ ഫ്ലോയിങ് വാട്ടറിൽ അധികം കാണാറില്ല. ബ്ലിക്സ് അവേർട്ടി പക്ഷേ പിന്നെ ഫ്ലോയിങ് വാട്ടറിൽ കാണാറുണ്ട്. ഇവർ അടിപൊളിയായിട്ട് ഈ ഒരു പാടത്ത് നിറച്ചും വെള്ളം കെട്ടിക്കിടക്കുന്ന നിറച്ചായിട്ടുണ്ട്, തിക്കായിട്ട് ഇരിക്കുവാണ്. ഇവരും റണ്ണേഴ്സ് വഴിയാണ് കേട്ടോ പ്രൊപ്പറേറ്റ് ആകുന്നത്. നല്ലൊരു ഡാർക്കിഷ് ഗ്രീൻ കളറായിട്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നല്ല സൂട്ടബിൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അക്വാറിയത്തിലൊക്കെ. ഇനി പോണ്ടിലൊക്കെ ആണെങ്കിൽ നൈസായിട്ട് വെക്കാം. ഒരു നല്ല ഡീപ്പ് പോണ്ടൊക്കെ ആണെങ്കിൽ നൈസായിട്ട് ഹൈറ്റൊക്കെ വരും അത്യാവശ്യം. അപ്പോൾ നൈസായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയ സാധനമാണ് കേട്ടോ. ഒട്ടുമിക്ക അക്വാറിയം പ്ലാന്റ്സ് തന്നെ ഇവർക്കും നല്ല മെഡിസിനൽ വാല്യൂ ഉണ്ട് കേട്ടോ. ഇവർ ആയുർവേദത്തിലൊക്കെ ഇവരുടെ പൾപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പല കാര്യത്തിനായിട്ട്. അത് നൈസൊരു പ്ലാന്റാണ്. കാണുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഈ ബ്ലിക്സ് കിടക്കുന്ന പോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വേറൊരു ഐറ്റം കിടപ്പുണ്ട് കേട്ടോ. നമുക്കൊക്കെ അറിയാവുന്ന സാധനമാണ്. നജാസ് ഇൻഡിക്ക എന്ന് പറഞ്ഞ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഗപ്പി ഗ്രാസൊക്കെ പോലെ നൈസായിട്ട് ഗപ്പി ബ്രീഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. സാധാരണഗതിയിൽ ഇത് ഇച്ചിരി കൂടെ ലെങ്ത് അല്ലെങ്കിൽ ഒരു റേഡിയസ് വരുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇച്ചിരി കുറവാണ്. എന്താ അറിയത്തില്ല, ചിലപ്പോൾ ലൈറ്റിൻ്റെയും ഇതിൻ്റെ ഗ്രോത്തിങ് കണ്ടീഷൻ്റെ ഒക്കെ കുറവായിരിക്കാം. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും മനസ്സിലായില്ലായിരുന്നു കേട്ടോ ഈ ഐറ്റം. അടിപൊളി ഐറ്റമാണ് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് നടേണ്ട ആവശ്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് വെള്ളത്തിൽ ഫ്ലോട്ടിംഗ് ആയിട്ടോ വെറുതെ പ്ലേസ് ചെയ്താൽ മതി. നല്ല ഗ്രോത്ത് കിട്ടും. ചെറിയ ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നൈസായിട്ട് വളരും കേട്ടോ. നല്ല ലഷ് ഗ്രീൻ കളറാണ് ഇവർക്ക്. അപ്പം നൈസായിട്ട് നമുക്കൊരു മോസ് ലുക്കൊക്കെ തരും അക്വാറിയത്തിൽ. നമ്മുടെ പോണ്ടിലെയും ടാങ്കിലെയും ഒക്കെ അമോണിയൊക്കെ കൺട്രോൾ ചെയ്യാനും അതേപോലെ ഗപ്പീസിൻ്റെ ഷ്രിമ്പിൻ്റെ ഒക്കെ ബേബിക്കെല്ലാം ഹൈഡ് ചെയ്യാനൊക്കെ പറ്റിയ നൈസൊരു പ്ലാനാണ് കേട്ടോ. ഇനി വയലിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഒന്ന് നോക്കി നോക്കുക കേട്ടോ.